ആദ്യത്തെ ഡിസൈനർ സൂ ആയ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സൂ ഇപ്പോൾ സന്ദർശകർക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. വന്യതയും ജൈവ വൈവിധ്യവും ഒത്തിണങ്ങിയ സൂവിലെ കാഴ്ചകൾ കാണാം. വാ. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുത്തൂരിലെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിന് നാടിനായി സമർപ്പിച്ചത്. അതിനുശേഷം 3.5 മാസത്തോളം നമുക്ക് ട്രയൽ റൺ ഉണ്ടായിരുന്നു. ട്രയൽ റണ്ണിൽ ഏകദേശം 40,000-ഓളം കുട്ടികളെ, സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും നമ്മൾ ഇതിനകത്ത് പ്രവേശിപ്പിച്ചു. അതിന് കാരണമെന്ന് ഇത് തൃശ്ശൂർ സൂവിൽ നിന്നും വന്ന മൃഗങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. 99% അതാണ്. അപ്പോൾ അവിടെ തൃശ്ശൂർ സൂവിൽ ഒരു ചെറിയ ഏരിയയിൽ അടച്ചിട്ട കൂടുകളിലാണ് ഇത് ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നിന്നുള്ള ആ അനിമൽസിൻ്റെ പ്രശ്നം കാരണമാണ് അതിനെ വേറെ പുതിയ ഏരിയയിലേക്ക് മാറ്റാനും പുതിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിലേക്കും ഗവൺമെൻറ് പോയതും ഇപ്പോൾ ഇവിടെ ഈ പുത്തൂരിലെ ഈ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് നിർമ്മിക്കാൻ ഉണ്ടായ കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് അവിടെ കണ്ട് ശീലിച്ച ഒരു രീതിയാണ് ജനങ്ങളുടെ മനസ്സിൽ. പക്ഷേ ആ രീതി ഒരിക്കലും പ്രാവർത്തികമാക്കാൻ ഇനി ഇവിടെ പറ്റില്ല. കാരണം ഇവിടെ ഒരിക്കലും അനിമൽസിനെ കൂട്ടിനകത്താക്കി ജനങ്ങളെ കാണിക്കുന്നില്ല. നമുക്ക് ഉള്ള കടുവ 5 ഉണ്ടെങ്കിലും അറ്റ് എ ടൈമിൽ 2 കൂടുകളിലായിട്ട് 2 മാത്രമേ നമുക്ക്, കൂടുകളല്ല ഓപ്പൺ എൻക്ലോഷർ, അതിൽ നമുക്ക് 2 മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അത് കാണിക്കുന്നതും അനിമൽസിന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി തുറന്ന് കെട്ടിയിട്ടിരിക്കുകയല്ല, അതിനകത്ത് തുറന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ആ അനിമൽ എന്തൊക്കെയാണോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആക്ടിവിറ്റി ചെയ്യുന്നത്, ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കും, ചിലപ്പോൾ പാറപ്പുറത്ത് കയറും, ചിലപ്പോൾ മരത്തിൽ കയറിയിരിക്കും, ചിലപ്പോൾ കിടന്ന് ഉറങ്ങും, ചിലപ്പോൾ ഹൈഡിങ് പ്ലേസിൽ പോയി ഇരിക്കാറുണ്ട്, അല്ലെ ഭക്ഷണ സമയം അവിടെ ഗേറ്റിൻ്റെ അവിടെ പോയി നോക്കാറുണ്ട്. ഇങ്ങനെ ഓരോ സമയം ഓരോ സെക്കൻഡിലും അതിൻ്റെ ആക്ടിവിറ്റി പലതായിരിക്കും. ആ പല ആക്ടിവിറ്റിയും വരുന്ന ആൾക്കാരും പല രീതിയിലായിരിക്കും കാണുക. ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്താകുമ്പോൾ അതിനെ കാണാൻ പറ്റില്ല, ചിലപ്പോൾ നന്നായി ചാടുകയോ ഓടുകയോ ചെയ്യുമ്പോൾ ആൾക്കാരെ കണ്ട് ആഹ്ലാദിക്കാൻ പറ്റും. ഇതേ രീതിയിൽ മാത്രമാണ് ഇവിടെ സൂ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്കിവിടെ 36 സ്പീഷീസിനെ നമ്മളിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ പക്ഷികളുണ്ട്, പക്ഷികൾ എണ്ണാൻ അവർക്ക് ചിലപ്പോൾ ഒരു കൂടുകളിൽ 3-4 തത്തമ്മളം 3-4 ടൈപ്പ് ഉണ്ട്, മയിലുകളുണ്ട്. അപ്പോൾ അതെല്ലാം പറന്ന് നടക്കുന്ന അവസ്ഥയിലാണ് നടക്കുന്നത്, കൂട്ടിനകത്ത് അടച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് ഉള്ള ധാരണ മറ്റേ കൂട്ടിൽ കണ്ട രീതിയിലാണ്, ഒരു പെറ്റ് ഷോപ്പിൽ പോയി കാണുന്ന രീതിയിൽ അനിമലിനെ കാണാം എന്നുള്ള ഒരു ധാരണയിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വിഷമമുണ്ട് അതിനകത്ത്. ഇതൊരു സർക്കിൾ, ഒരു കുന്നിന് ചുറ്റുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ കുന്നിന് ചുറ്റുമുള്ള സർക്കിൾ കൂടെ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. 5 പോയിൻ്റ് ഉണ്ട്. ഈ 5 പോയിന്റിലും ആൾക്കാർക്ക് കയറാനുള്ള അവസരമുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല കയറാനുള്ളത്. അപ്പോൾ ആൾക്കാരുടെ ധാരണ ഇവിടെ നിന്ന് കയറിയാലേ പറ്റുകയുള്ളൂ എന്നുള്ള ധാരണ, കാരണം ഇന്ന് 2 ദിവസം ആയുള്ളൂ. അപ്പോൾ ആൾക്കാർ ആ ധാരണയൊക്കെ മാറ്റിയെടുക്കണം. അപ്പോൾ അത് മാറുമ്പോഴേ ശരിയാവുള്ളൂ. അപ്പോൾ ആദ്യം പുതിയൊരു ആൾക്കാർ എന്താണെന്ന് അറിയാതെ വന്നതിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ സർവീസ് റോഡിൽ മാത്രമാണ് ബസ് ഓടുന്നത്. അപ്പോൾ ഒരു പോയിന്റ് 5 പോയിന്റ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ക്രോക്കഡൈലിനെയും കിളികളെയാണ്, ഏവിയറിയാണ് കാണേണ്ടത്. അപ്പോൾ അവിടെ നടന്നേ പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ മാനിൻ്റെ ഏരിയയിലേക്ക് നടക്കുന്നത്, കൻഹാസോണിലേക്ക് കിടക്കും. അപ്പോൾ അതിൽ 3 മാനെയും നടന്നേ കാണാൻ പറ്റും. തൊട്ട് താഴെ കൂടെ റോഡ് പോകുന്നുണ്ടാവും, റോഡിൽ പോയി ഇതിനെ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ജംഗ്ഷനിൽ ഇറങ്ങും. അവിടെ ടോയ്ലറ്റ് സൗകര്യവും ചെറിയ കഫറ്റേരിയയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ മറുസൈഡിൽ ഇറങ്ങി അവിടെ സൈഡ് വാലി സോണിൽ കൂടെ കുരങ്ങുകളെ കാണാം, തിരിച്ച് അവിടെ തന്നെ ഇറങ്ങാം. അവിടെ ഇറങ്ങിയതിന് ശേഷം അവർക്ക് ഒന്നുകിൽ ബസ്സിൽ കയറിയിട്ട് അടുത്ത ലൈൻ ജംഗ്ഷനിൽ പോയി ഇറങ്ങാം. അവിടെ ഇറങ്ങിയതിന് ശേഷം പിറകോട്ട് നടന്നു വന്ന് അത് 2 കടുവ കൂടും, പിന്നെ ഒരു പുലിയും കാണും. അഡൽറ്റിന് 100 രൂപയാണ്, കുട്ടികൾക്ക് 30, പിന്നെ സീനിയർ സിറ്റിസൺ 50 രൂപ. പിന്നെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമുക്ക് 30 രൂപ ടിക്കറ്റ് എടുക്കുന്നത്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസ് വേണ്ട. അനിമൽസ് എണ്ണം കൂടുതലുണ്ട്, പക്ഷേ എല്ലാ അനിമലിനും നമുക്ക് പ്രദർശിപ്പിക്കാൻ നിയമത്തിൻ്റെ ഇത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മുള്ളം പന്നി, കാട്ടുപൂച്ച, വവ്വാല്, മരപ്പെട്ടി, ഇങ്ങനെയുള്ള ജീവികൾ ഇനി വരും. അതെല്ലാം റെഡിയാണ്, പക്ഷേ ഇത് പൂർത്തിയാകാൻ വരും. പിന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന അനിമൽസാണ്. അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതൊരു 2-3 മാസത്തിനകത്ത് അതൊക്കെ വരും. ജിറാഫ്, സീബ്ര, എലാൻഡ, മക്കാവുസിൻ്റെ 4 ഇനങ്ങൾ, പിന്നെ ഒരു അനക്കൊണ്ട. പിന്നെ മദ്രാസ് സൂവിൽ നിന്ന് കിട്ടാൻ പോകുന്നത് നമുക്ക് ഒരു വൈറ്റ് ടൈഗർ വരാനുണ്ട്. ഒട്ടകപ്പക്ഷിയുടെ ഇപ്പോൾ നമുക്ക് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ഒട്ടകപ്പക്ഷിയുടെ മെയിൽ വരാനുണ്ട്. പിന്നെ യമൂവിൻ്റെ മെയിൽ മാത്രമേ ഇവിടെ ഉള്ളൂ. യമൂവിൻ്റെ ഫീമെയിൽ അവിടെ നിന്ന് വരാനുണ്ട്. പിന്നെ റിയ നമുക്ക് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ബാക്കിയുള്ള പിന്നെ 2 യെല്ലോ അനക്കൊണ്ട അവിടെ നിന്ന് വരാനുണ്ട്. സൂ എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത്, എപ്പോഴും മാറ്റങ്ങൾക്ക് അതീതമായിരിക്കും. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇന്നുണ്ടാകുന്ന മൃഗം ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല, അടുത്ത വേറെ മൃഗം വരുന്നത്.